ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ സൗകര്യം പോലെ കണ്ടാ മതി. ഫോട്ടോ കണ്ട് നിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാൻ. മോനെ, നീ ഉപേക്ഷ വിചാരിക്കരുത്. ഇല്ലമ്മേ, ഞാൻ ഫോട്ടോ കണ്ടോളാം. നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ അടുത്താ താമസം. പിന്നെ വീട്ടിൽ പോവാത്തത്? പോകാൻ പറ്റില്ല. അതെന്താ? ഉണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടവനാ ഞാൻ. ആ കാര്യം എന്റെ ഭാര്യയ്ക്ക് അറിയില്ല. അതെന്താ? പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാ ഞാനിപ്പോ. ഓ, ഞാൻ ജോലിക്ക് പോകുന്നെന്നും പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇനിയിപ്പോ എങ്ങോട്ട് പോവും? അറിയില്ല. എങ്കിൽ പിന്നെ ഇവിടെ കിടന്നോ. നല്ല കാറ്റാ, ഉറങ്ങാനും സുഖം. മക്കളൊക്കെ? മക്കളെ വളർത്തി കടവും കടക്കണിയുമായ ഒരച്ഛനാ ഞാൻ. അതങ്ങനെ വരൂ. ഞാനും അങ്ങനെ തെരുവിലായ ഒരുത്തനാ. ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം മക്കളുടെ പേരിൽ എഴുതി കൊടുത്തു. സ്വത്തുക്കള് കിട്ടിയപ്പം സ്വന്തം വീട്ടിൽ എനിക്ക് പട്ടിയുടെ വില പോലും ഇല്ല. നന്ദിയില്ലാത്ത കൂട്ടങ്ങളാ. സ്വന്തം അച്ഛന്റെ അമ്മയുടെയും വില അറിയാത്തവരാ. കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നവര് അതിന്റെ കൂടെ ഒരു നായെ കൂടെ വളർത്തണം. അതിനെയൊക്കെ തല്ലിയാലും കൊന്നാലും അത് വാലാട്ടിക്കൊണ്ട് വീണ്ടും വരും. സ്നേഹം എന്താണെന്ന് നായ്ക്കളിൽ നിന്ന് നമ്മൾ പഠിക്കണം. വൃത്തികെട്ട വർഗങ്ങള്. നല്ല രുചിയുള്ള ഭക്ഷണം. സാറ് ഭാഗ്യവാനാ. സർ, ഇതെല്ലാം കുടുംബമഹിമയും ആഠ്യത്വമുള്ള കുടുംബത്തിലെ കുട്ടികളാണ്. സാറിനും മേഡത്തിനും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. കുലമഹിമയും അന്തസ്സും ആഭിജാത്യമുള്ള ഒരു തറവാടാണിതെന്ന് നിങ്ങൾ മാട്രിമോണിക്കാർക്ക് അറിയാലോ. അതറിയാവുന്നത് കൊണ്ടാണല്ലോ സർ അങ്ങനെയുള്ള കുടുംബത്തിലെ പെൺകുട്ടികളെ മാത്രം ഞാൻ കാണിക്കുന്നത്. ഗുരുകാരണവന്മാര് തുടർന്നു വന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ഒരേ ഒരു മോന ശ്യാം. ഈ കാണുന്ന സ്വത്തുക്കൾക്കെല്ലാം ഒരേ ഒരു അവകാശി. എന്നുവെച്ച് പെണ്ണിന് കണക്കിട്ട സ്വത്തുണ്ടാവണോന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല കേട്ടോ. തറവാട്ട് മഹിമയാണ് പ്രധാനം. സാമാന്യം നല്ല വിദ്യാഭ്യാസവും വേണം. അടക്കവും ഒതുക്കവും ഉണ്ടാവണം. എന്ന് സന്ധിക്ക് ഉമ്മറത്തൊരു നിലവിളക്ക് കൊളുത്തിവെക്കാൻ മനസ്സുള്ളവളും ആയിരിക്കണം. മാഡം, ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ചുരുക്കമാണ്. അടിച്ചും പിടിച്ചും ഒക്കെ നിലവിളക്ക് കൊളുത്തിക്കേണ്ടി വരും. അതെന്തായാലും ശരിയാവില്ല. ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വിളക്ക് വെക്കുന്നതും ഒക്കെ സ്വന്തം മനസ്സാലെ ചെയ്യുന്നൊരു കുട്ടിയായിരിക്കണം. അതെടുത്തേ സ്വാതി. അത് ഈ ഫോട്ടോ ഇല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഈ പെൺകുട്ടിയുടെ. ഇത് കൊള്ളാം. മുഖത്തൊരു എളിമയും ശാലീനതയൊക്കെ ഉണ്ട്. അടങ്ങി ഒതുങ്ങി കഴിയുന്നവളാണെന്ന് കണ്ടാൽ അറിയാം. മാം, ഇത് ദേവിക. ദേവിക കൊള്ളാം, നല്ല പേര്. സാർ, നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ട്. നല്ല വായനാശീലമുള്ള കുട്ടിയാ. എന്തുകൊണ്ടും ഈ തറവാടിന് യോജിച്ച പെൺകുട്ടിയാ. അപ്പോ ഈ ആലോചനയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എന്നാ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്തു. ശരി സർ.
ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്യാം. ഉം. പയ്യനെ ഫോട്ടോ കാണിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ നിങ്ങളും ചെയ്തോളൂ. ഓക്കെ. ഞാൻ ഇന്ന് തന്നെ അവരുമായി ബന്ധപ്പെട്ടിട്ട് സാറിനെ വിളിക്കാം. ശരി. ശ്യാമേ, മോനെ ശ്യാമേ. എന്താച്ചാ വിളിച്ചത്? മോനെ, മാട്രിമോണിയലിലെ പെണ്ണ് സ്വാതിക ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. നിനക്ക് പറ്റിയൊരു പെൺകുട്ടി ഒത്തു വന്നിട്ടുണ്ട്. ഫോട്ടോ എന്റെയിലേക്ക് അയക്കാന്നാ പറഞ്ഞേ. നോക്കട്ടെ. ഫോട്ടോ ഇതിലേക്ക് സെൻഡ് ചെയ്യാന്നാ പറഞ്ഞത്. ആ, വന്നിട്ടുണ്ട്. എനിക്ക് ഫോട്ടോ ഒന്നും കാണണ്ട. മോനെ, അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട കുട്ടിയാ. നിന്റെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഇണങ്ങുന്ന പെൺകുട്ടിയാ. നല്ല ഐശ്വര്യമുള്ള മോളാ. ദേ, വെറുതെ ഇതിന് നീ തടസ്സമൊന്നും പറയരുത്. എടാ, നിനക്ക് എങ്ങോട്ടെങ്കിലും അത്യാവശ്യമായിട്ട് പോകാണ്ടെങ്കിൽ പൊക്കോ. ഫോട്ടോ നിന്റെ ഫോണിലേക്ക് ഞാൻ സെൻഡ് ചെയ്തേക്കാം. നീ സൗകര്യം പോലെ കണ്ടാ മതി. ഫോട്ടോ കണ്ട് നിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാൻ. മോനെ, നീ ഉപേക്ഷ വിചാരിക്കരുത്. ഇല്ലമ്മേ, ഞാൻ ഫോട്ടോ കണ്ടോളാം. അങ്ങനെ ഒരു മറുപടിയെങ്കിലും കിട്ടിയല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. അവൻ ഫോട്ടോ കണ്ടോളാം എന്നാണോ അതോ പെണ്ണിന്റെ ഫോട്ടോ കാണില്ല എന്നാണോ? ഇതിലേതാണ് അവൻ ഉദ്ദേശിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആഹാ, എത്തിയോ? നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷം? മാനത്തെ കൊട്ടാരം